ഈ ആക്ടിംഗ് എന്നുള്ള ഫീൽഡേ എൻ്റെ ഡിക്ഷണറിയിലില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് എനിക്ക് സോഫ്റ്റ്വെയറിൽ നല്ലൊരു പൊസിഷൻ ആവണം, ആ ഒരു ഡ്രീമിൽ തന്നെ വന്ന ഒരാളാണ്. ബട്ട് ഞാൻ ഐ എം എ വെരി ഇമോഷണലി ബോണ്ടഡ് വിത്ത് മൈ ഫാമിലി. ഓക്കെ, അത് ഒരു രക്ഷയില്ല, അങ്ങനെയാണ്. അപ്പം നമ്മുടെ പാലക്കാടാണ്. അപ്പോൾ ഒരു 23 കഴിഞ്ഞ ഉടനെ എവ്രിബഡി വിൽ ആസ്ക് ഫോർ മാരേജ്. ഇത് അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ മുന്നേറണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് പാരൻസിന് അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഈ ജാതകം, ജോത്സ്യൻ, ഇതൊക്കെ വലിയൊരു ഫാക്ടേഴ്സ് ആയതുകൊണ്ടും ഒന്നും പ്രൊപ്പോസൽസ് ഒന്നും ചേരാതെ ഭയങ്കര ടെൻഷനായിരുന്നു അവർക്ക്. നമുക്ക് ടെൻഷൻ ഇല്ല കേട്ടോ, നമുക്ക് വേണ്ടേ വേണ്ട, അതായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കൺവിൻസ് ചെയ്തു, എങ്ങനെയാണ് അതാണ് ഇതാണ്. അങ്ങനെയാണ് ഫൈനലി ഐ മാരിഡ് രാഹുൽ. ഓക്കെ, അപ്പം ആ സമയത്ത് ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്നാണ് ഞാൻ വിചാരിച്ചത്. സോ നോ പ്രോബ്ലം. പിന്നീടാണ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അയ്യോ പണി പാലും വെള്ളത്തിൽ കിട്ടിയത്. ബിക്കോസ് ഇവർക്ക് മറ്റേ ഔട്ട് ഓഫ് കേരള, ഇപ്പൊ ICICI Prudential ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഔട്ട് ഓഫ് കേരള അന്ന് ഓപ്ഷൻ ഇല്ല. സോ ഇൻസൈഡ് കേരളയാണ്. സോഫ്റ്റ്വെയർ എന്താന്ന് പോലും അറിയാത്ത ടൈമിൽ ഞങ്ങൾ കോഴിക്കോടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നല്ല സുഖമായിട്ട് ബിരിയാണിയും, എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാൻ അവിടുത്തെ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലല്ലോ, അപ്പം വിദ്യാകേന്ദ്ര പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴും ഈ ആർട്ട് ഇൻഡസ്ട്രി ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. ഓക്കെ, അബ്സല്യൂട്ട്ലി ബ്ലാങ്ക്. സോ അവിടുന്നായി പിന്നെ മോനെ ക്യാരി ചെയ്തപ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോന്റെ ഡെലിവറിയും മെക്കോനിയം ആസ്റ്റീനും ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞ. അന്ന് മുതൽ ഐ തോട്ട് ലൈക്ക് ഐ റിസൈൻ, ജോബ് വേണ്ട. ഓക്കെ, അങ്ങനെ ജോബില്ല. പിന്നെ മോന്റെ വളർച്ച അതാണ്. പിന്നെ 2 years ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കുന്നത്. അപ്പം അത് മോന് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പം മദർ ഇൻ ലോ ആണ് ഇങ്ങനെ ഒരു രാരീരം ഒരു ദിവസം കൊണ്ടുപോകും. പിന്നെ ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. സോ അങ്ങനെ, അല്ലാതെ ആർട്ട് ഇൻഡസ്ട്രി ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇമോഷണലി ബ്രെയിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു സങ്കടം പറഞ്ഞാൽ ഞാൻ വീഴും. മോനായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ ചേച്ചി റീസെന്റ് കൊടുത്തൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു, മോനെ സ്കൂളിൽ വിടാൻ പേടിയാവുക എന്നൊക്കെ പറഞ്ഞു. മേ ബി അത് ഇപ്പോഴത്തെ ഒരുപാട് നമ്മൾ റീസെന്റ് നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചേച്ചിക്ക് അതിനെപ്പറ്റി ചേച്ചിയുടെ പെർസ്പെക്റ്റീവിൽ എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. നമുക്ക് എത്ര മക്കളാണെങ്കിലും ഇപ്പോഴത്തെ നമ്മൾ പേപ്പർ ന്യൂസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പറഞ്ഞു കൊടുക്കുക, മോനെ തെറ്റ് കണ്ടാൽ അത് പറയണം എന്നായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ഏറ്റവും വലിയൊരു അബദ്ധം ഇപ്പൊ ചെയ്തത് അതാ. ഇക്കാലത്ത് നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ്? എന്ത് ചെയ്യുന്ന പ്രെഡിക്റ്റബിൾ ആണോ? അല്ല. അപ്പോൾ മോനെ റിയാക്ട് ചെയ്യരുത്. ഇത്രയും കാലം പഠിപ്പിച്ച ഒരു സാധനം റിയാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു പിയർ പ്രഷർ, ഇപ്പോൾ 8th സ്റ്റാൻഡേർഡ് ആയി, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ലൈക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു റൂള് പ്രകാരം ആർക്കും സ്ട്രിക്റ്റ് ആവാനും ഒന്നും പറ്റില്ലല്ലോ. സോ വാട്ട് എവർ ഹാപ്പൻസ് അങ്ങനെ വരികയല്ലേ. അപ്പൊ നമുക്കും പേടിയാണ്, ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്യോ, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സ്കൂളിൽ ഇപ്പൊ വിടുന്നത്. മീൻസ് അങ്ങനെയല്ല, അവര് നല്ലോണം പ്രൊട്ടക്ട് ചെയ്യും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആസ് എ മദർ നല്ല മടിയുണ്ട്. നല്ല ഇപ്പൊ മിക്ക പാരന്റ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഇപ്പൊ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നു, ലൈക്ക് കുത്തിക്കൊല്ലുന്നു, സ്വയം സൂയിസൈഡ് ചെയ്യുന്നു. കാരണം അച്ഛന്മാർക്ക് പിന്നെ അവര് വർക്കിന് പോകുന്നോണ്ട് അത്രയും ഇതല്ല, പക്ഷെ അമ്മമാരുടെ ഉള്ളിലായിരിക്കും ശരിക്കും അതിന്റെ ആ ഒരു തീയുള്ളത് അല്ലേ? സത്യമാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, നമുക്ക് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം. ഓക്കെ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും, അതിന് നല്ലൊരു ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചെയ്യാൻ കുറച്ചൊന്നും മടിക്കും അല്ലേ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അയ്യോ ആ ടീച്ചറെ ഇന്ന് ചുട്ടട്ടി കിട്ടുട്ടോ, അതാണ് നമ്മളെ നല്ല രീതിയിലേക്ക് പോകാനുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അടിയില്ല. ഇപ്പൊ ഒരു റൂള് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയ മാറ്റം. മീൻസ് അടിക്കാം, വടിയെടുക്കാം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളത് ഞാൻ മിഞ്ഞാന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ കൂടെ നമുക്ക് ആ സ്ട്രിക്ട്നെസ് ഇല്ലാതെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ ആരാ ചോദിക്കാൻ, എനിക്ക് എന്തും ചെയ്യാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ പോയില്ലേ. അതും കുഞ്ഞി കുട്ടികളാ, ഒരു 15 years വരെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ ചെയ്യാം, പ്രൊവോക്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ. ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആരെ പറയും? കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ പോലും പേടിയില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് സ്ട്രിക്റ്റ് ആവാൻ പറ്റില്ലല്ലോ. സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോ
പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ കയറേണ്ടി വരും. സോ അവരും നിസ്സഹായരാ. നമുക്ക് ആസ് എ ടീച്ചർ, ഐ വാസ് വർക്കിംഗ് ആസ് എ ടീച്ചറിനു, അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറഞ്ഞേ പറ്റൂ. പക്ഷെ നിവൃത്തിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ റൂള് മാറി, ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണം. അപ്പോഴേ ആ കുട്ടികൾക്ക് ആ തെറ്റ് മനസ്സിലാവുള്ളൂ. മനഃപൂർവ്വം ചിലർ നമ്മളെ കെണിയിൽ പെടുത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ വന്നിട്ട് താങ്ക് ഗോഡ് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ചേച്ചി കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് സർക്കിൾ ചൂസ് ചെയ്യുന്നത് അല്ലെ, കൂടെയുള്ള ആൾക്കാരെ. അതിന്റെ ഉള്ളിൽ ഒരു പേടി എല്ലാത്തിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതെ. അപ്പം അത് നോയായോണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട്. പറയൂ. ഓക്കെ, ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്, തമിഴിലുള്ള ആക്ടിങ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് തമിഴില് പറയണം. തമിഴില് ലൈക്ക് ആ ഒരു ആക്ടിങ്, ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഇന്റർവ്യൂ டெலிகாஸ்ட் செய்யறது. என்ன இந்த மாதிரி கேள்வி எல்லாம் கேக்குறீங்க? நான் சொன்னேன்ல முதல்லயே இந்த மாதிரி கேள்வி கேட்க கூடாதுன்னு. பின்ன ஏன் கேட்டீங்க? அம்மா ചെറിയ மிஸ்டேக் பண்ண. என்ன மிஸ்டேக்? அது சொல்லிட்டு தானே நான் இங்க வந்தேன். ப்ரொடியூசர் தந்த क्वेश्चन தான். எனக்கு தெரிய வேண்டாம், எனக்கு முடியாது, எனக்கு இது பிடிக்கல, இத delete பண்ணுங்க, அதர்வைஸ் நான் இங்க இருந்து எழுந்திருச்சு போவேன், அவ்வளவுதான். ப்ரொடியூசர் தானே क्वेश्चन தந்தக்கு, எனக்கு അറിയത്തില്ല. நான் இங்க வரதுக்கு முன்னாடியே நான் சொன்னேன் இந்த மாதிரி முடியாதுன்னு. பின்ன என்ன இப்படி எல்லாம் கேக்குறீங்க? சேனல் தந்த क्वेश्चन தான். அது எனக்கு தெரிய வேண்டாம். ஐயோ പാടുന്നത് എനിക്ക് തമിഴ് അറിയത്തില്ല. പാവം മറിച്ചു പോയി. അയ്യോ, കിട്ടിയോ? വേണ്ട സാധനം കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ വി വർക്ക് ഇൻ ഉപ്പുമുളക് ഓൾസോ. ഇതുപോലെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി നമ്മൾ ചിരിക്കും. നൈസ് നോ, ഞങ്ങളുടെ അവിടെ വരണം തോന്നുന്നില്ലേ? ഒരു വൈബ് സെറ്റ് ആയിരിക്കും അല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോ.